എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂരിൽ ബാർ അസോസിയേഷന് പുതിയ ഓഫീസ് തുറന്നു. നിലമ്പൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം നിർവഹിച്ചു. അഭിഭാഷകർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും പുതിയ കോടതികൾ വരുന്നത് കൊണ്ട് ഗുണകരമാണെന്നും കോടതികളുടെ വികസനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂവെന്നും MP പറഞ്ഞു. Connectivity means the bypass and all. For whatever reason it is long delayed, and about court and all, we are all happy that all courts should be here, so that it is not only for the advocates, the benefit is for us also. For each and everything we have to go to Malappuram or Manjeri or wherever it is. And as our Excellency told, this is a place where it should be there, and I hope our judge will take more initiative from them. We are ready to give, not just like any other representative, we are ready to give land, we are ready to give building, everything we are. Maybe what happened in Kondotty, I don't know what is the reason. Here also it is expensive, but there are people are with wide, big, long, very big heart. People are with. So only this one you have the, we want your blessings and recommendation to come here. പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് K. സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ കോടതി നിലമ്പൂരിൽ നേരത്തെ വരേണ്ടതായിരുന്നുവെന്നും ജനപ്രതിനിധികൾ കോടതി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ താല്പര്യം കാണിക്കുന്നില്ലെന്നും ജില്ലാ ജഡ്ജി പറഞ്ഞു. ഏതായാലും ഈ ആള് അലങ്കരിച്ചിരിക്കുന്നത് ഒരു കോടതി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു കോടതി സിറ്റിംഗ് നടത്താനുള്ള സൗകര്യം ഒരു ചേംബറായിട്ടൊക്കെ പ്രവർത്തിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഹാളായിട്ട് നമ്മളിത് ഉണ്ടെങ്കിൽ പോലും ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു കോടതി നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ദീർഘവീക്ഷണം. അത് വേണം. നിലമ്പൂര് വളരെ പൗരാണികമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ കോടതി തുടങ്ങിയത് വളരെ മുൻപ് കൊണ്ടതായിരുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഈ കോടതി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ആയില്ലെന്നുള്ളത്. എന്നെ മുമ്പിൽ ഈ പരാതിയോ പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെനിക്കൊരു അവസരം കിട്ടി, അത് നടത്തിയെടുക്കണം. ഞാൻ മാത്രം വിചാരിച്ച് നടക്കില്ല. പക്ഷേ അന്ന് അതൊരു സാഹചര്യം ഒത്തുവന്നു. പല കാര്യങ്ങളും ഇണങ്ങി വന്നതുകൊണ്ടാണ് മുനിസിപ്പൽ മജിസ്ട്രേറ്റിനെ രണ്ടാക്കി മുനിസിപ്പൽ സെപ്പറേറ്റ് മജിസ്ട്രേറ്റിനെ മാറ്റിയത്. അതുപോലെ തന്നെ അഡീഷണൽ കോടതി വരേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ. എത്ര കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ അവിടെ എത്തേണ്ടത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഈ സിസ്റ്റത്തിലേക്ക് വരേണ്ട, ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് വരേണ്ട ഒരു സ്ഥലം മലപ്പുറം ജില്ലയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. ജനങ്ങളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. ഫയലിംഗും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ധാരാളം കോടതികളിലൂടെ വേണം. ഞാൻ കണ്ടിരിക്കുന്നത് അലംഭാവം കണ്ടിരിക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികൾ വലിയ താല്പര്യം സ്ഥലം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് കോടതി പലപ്പോഴും വരാത്തത്. കൊണ്ടോട്ടിയിൽ ഒരു മജിസ്ട്രേറ്റ് കോടതി വരാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷെ ഒരു കാലത്തും താല്പര്യമില്ല. ഒരു കോടതി അവിടെ വരാനായിട്ട് പക്ഷെ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസീല ബക്കർ, നിലമ്പൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി KP ജോയ്, നിലമ്പൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് സാറ ഫാത്തിമ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം K. ഫ്രാൻസിസ്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ T. പ്രസാദ്, അഭിഭാഷകരായ P. ചാത്തുക്കുട്ടി, M. ഹംസകുരിക്കൽ, EKM അഷ്റഫ്, നിലമ്പൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി CC ദാനദാസ്, ക്ലർക്സ് അസോസിയേഷൻ പ്രതിനിധി TP യൂസഫ് എന്നിവർ സംസാരിച്ചു. PV അബ്ദുൽ വഹാബ് MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപയും ബാർ അസോസിയേഷൻ 1,75,000 രൂപയും ചേർത്താണ് പുതിയ ഓഫീസ് പ്രവർത്തനം തുടങ്ങുന്നത്. നേരത്തെ ബാർ അസോസിയേഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ മുൻസിഫ് കോടതി പ്രവർത്തിക്കുന്നത്. എ+ വിഷൻ, നിലമ്പൂർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്.
super absorbent. Poppy's Diapers.